ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വളകാപ്പിടേൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ നാളെയാണ് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ പക്ഷെ എൻ്റെ വീട്ടിലാണ്. ഇവിടെ ഡാൻസ് ക്ലാസ് ഉണ്ട്, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അതുമാത്രമല്ല, നമുക്ക് മെഹന്തിയൊക്കെ ഇടണം. അപ്പോൾ മെഹന്തി ഇടാനായിട്ടൊരു കുട്ടി വരുന്നുണ്ട്. കല്യാണത്തിനോട് ഞാൻ മെഹന്തി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ കല്യാണത്തിന് ഇടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം മെഹന്തിയൊക്കെ ഒന്ന് ഇട്ട് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് മെഹന്തിയും ഇട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവരും മീൻസ് ഞാനും എൻ്റെ അമ്മയും ഹസ്ബൻഡും കൂടെ പെരുമ്പാവൂർ പോകും. കാരണം എന്താ വെച്ചാൽ നാളെ നമുക്ക് അവിടെയാണ് ഫോട്ടോഷൂട്ട് ഉള്ളത്. 7 മണിക്കാണ് ക്യാമറ ടീം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റെഡിയായി 1.5 മണിക്കൂറിന് ട്രാവൽ. പെരുമ്പാവൂർ പോലും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്യാം. മേക്കപ്പൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും കഴിച്ചിട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് പ്രോഗ്രാമിന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരം ഫോട്ടോഷൂട്ടിന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെ ഒരു ട്രഡീഷണൽ സ്ഥലം ഒന്നുമില്ല. സൗണ്ട് കേൾക്കാമോ പിള്ളേർ ചവിട്ടി പൊട്ടിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ ഇവിടെ എവിടെയും നല്ലൊരു സ്ഥലം ഇല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പെരുമ്പാവൂരാകുമ്പോൾ നല്ല ട്രഡീഷണൽ ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലവും ഉണ്ട്. അവിടെ സ്ലോട്ട് അവൈലബിളും ആയിരുന്നു. ബാക്കി ഇവിടെ ഉള്ള സ്ഥലങ്ങളിലൊന്നും സ്ലോട്ട് അവൈലബിളും ആയിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ദൂരം ബുക്ക് ചെയ്യേണ്ടി വന്നേ. നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസും കിട്ടണമല്ലോ. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ അവിടെ ആയിരിക്കും സ്റ്റേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പാക്കൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ അമ്മാമ്മയും അപ്പയൊക്കെ വരുന്നുണ്ട്. എൻ്റെ അമ്മ അടുക്കളയിൽ ചായ വെക്കാനുള്ള തിരക്കിലാണ്. അപ്പം നാളെയാണ് നമ്മുടെ ശ്രീമന്ത ഫംഗ്ഷൻ. അപ്പം ആളുടെ വീട്ടിൽ ഡെക്കറേഷൻസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഫംഗ്ഷൻ. വളരെ കുറച്ച് ആൾക്കാരുടെ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ ആളുടെ വീട്ടിലെ ഹാളിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ. അപ്പം ഞാനൊരു പാറ്റേണൊക്കെ കൊടുത്തിട്ടുണ്ട് ഡെക്കർ ചെയ്യാൻ. അതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെക്കറേഷൻസിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരാം. അപ്പോൾ ആളുടെ വീട്ടിലെ ഹാളിലാണ് കേട്ടോ നമ്മൾ ഡെക്കറേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ എല്ലാം 1 മാസം മുന്നേ എല്ലാം പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കണം. പക്ഷേ ആളാണെങ്കിൽ ഈ ഡെക്കറേഷനെ പറ്റി ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കിട്ടിരിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി ഒന്നും എന്നോട് ഡിസ്കസ് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. ഞാൻ ചോദിക്കുമ്പോൾ ആളിത് റെഡിയാക്കിക്കോളാം എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് റെഡിയാക്കി വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡെക്കറേഷൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രോഗ്രാം സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. നല്ല ജലദോഷമായിരുന്നു ഒരാഴ്ചയായിട്ട്. ഇതുവരെ മാറിയിട്ടില്ല സൗണ്ട്. നാളത്തെ പരിപാടിക്ക് ഞാൻ എക്സൈറ്റഡ് ആണോയെന്ന് ചോദിച്ചാൽ ക്ഷീണവും വയ്യായ്കയും ഉള്ളതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് അല്ല. ബട്ട് സ്റ്റിൽ എൻ്റെ മേക്കപ്പ് ലുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ അമ്മ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെനിക്ക് ഇട്ട് നോക്കണം കറക്റ്റാണോ എന്ന്. അപ്പം ഞാൻ അതൊക്കെ നോക്കിയിട്ട് വരാം. അതൊന്നും കുഴപ്പമില്ല. എന്താ കുഴപ്പം? പ്രശ്നമില്ല. നാളെ എൻ്റെ വളകാപ്പിടയായിട്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? കല്യാണം കഴിഞ്ഞ് വളകാപ്പി പെട്ടെന്ന് എത്തിയില്ലേ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എന്തെങ്കിലൊക്കെ പറ. റൂം നല്ല വൃത്തിയുണ്ടല്ലോ. അപ്പോൾ കല്യാണത്തിനൊക്കെ എന്തൊരു എക്സൈറ്റ്മെന്റ്, ഓട്ടവും ചാട്ടവും ആയിരുന്നു ഞങ്ങള്. അയ്യോ, 1 വർഷം മുന്നേ പ്ലാനിങ് ആയിരുന്നു. ഇപ്രാവശ്യം വളകാപ്പ് എല്ലാവരും പ്രതീക്ഷിച്ചു. കല്യാണം ഞങ്ങളുടെ 3 പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിഗംഭീര പരിപാടികളായിരുന്നു എല്ലാം. പക്ഷെ വളകാപ്പ് ഞങ്ങൾ വിചാരിച്ചു അത്ര ഭയങ്കര ഗ്രാൻഡ് ആക്കണ്ട, മിനിമൽ പ്രോഗ്രാം മതി, വീട്ടുകാർ മാത്രമായിട്ടുള്ളത് മതി. പിന്നെ ഫോട്ടോഷൂട്ട് ഗ്രാൻഡ് ആക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോഷൂട്ട് നല്ല രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി പരിപാടിയൊക്കെ ഞങ്ങൾ ചെറിയൊരു പരിപാടി ആക്കാമെന്ന് വിചാരിച്ചു. അതാണ് നല്ലത്. കാരണം എൻ്റെ ഹെൽത്ത് വൈസും എനിക്കതാണ് ഓക്കെ. അന്ന് പിന്നെ ഞാൻ ഫുൾ ഓടിച്ചാടി നടക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ നടക്കുന്നുണ്ട് ഓടിച്ചാടി. ബട്ട് സ്റ്റിൽ എൻ്റെ ഹെൽത്ത് ഭയങ്കര ഓക്കെ അല്ല. അതുകൊണ്ട് ഇതാണ് ബെസ്റ്റ്. നമുക്ക് ഫോട്ടോസും എടുക്കാം, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്ത് സുഖമായിട്ടിരിക്കാം. അപ്പം നാളെ ഞാൻ ഉച്ചയ്ക്ക് ഇവിടേക്ക് വരും. പിന്നെ എവിടെയാണോ എൻ്റെ അവിടുത്തെ അമ്മ എന്നോട് പറഞ്ഞോണ്ടേ ഇരിക്കുക, മോളെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരണോട്ടോ എന്ന്. ഞാൻ അവിടെയൊക്കെ പോവും. പ്രഗ്നൻസി പീരീഡ് സ്റ്റാർട്ട് ചെയ്യപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ ഫുഡും. എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെയായിരുന്നു. ഇവിടെ ഡാൻസ് ക്ലാസ്സൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. യെല്ലോ കളർ ബ്ലൗസാട്ടോ.
നാളെ ഫുൾ ഇട്ട് കഴിയുമ്പോൾ എൻ്റെ ലുക്ക് എങ്ങനെ ഇട്ടെന്ന് നിങ്ങൾ പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് യെല്ലോ. എൻ്റെ കല്യാണ സാരിയും മസ്റ്റേർഡ് യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷനായിരുന്നു. കല്യാണ സാരി ഉടുക്കണം എന്നാണ് എന്ന് തോന്നണു ഈ വളകാപ്പിന്. പക്ഷേ ഞാൻ വിചാരിച്ചു കല്യാണ സാരി നമ്മൾ അന്ന് കൊടുത്ത് കുറേ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, വേറൊരു ലുക്ക് പിടിക്കാതെ വിചാരിച്ചിട്ട് ഞാൻ വേറൊരു രീതിയിലൊക്കെയാണ് ഒരുങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ തന്നെയാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. നാളെ നമുക്കറിയാം. എനിക്ക് ആകെ പേടി എന്താ വെച്ചാൽ എനിക്ക് രാവിലെ എണീക്കൽ ചിന്തിക്കാൻ കൂടെ പറ്റില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ചെയ്യൽ ഭയങ്കര പാടാ. ഈശ്വര നാളെ എനിക്ക് എന്നോട് ശക്തി തരണേ, അത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. നാളത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണെങ്കിലും സാറില്ല. പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് എല്ലാവരും സ്വീറ്റ്സ് തരിക, വളയിടുക, ആ ചടങ്ങല്ലേ. അതുവരെ നല്ല ഫ്രഷായിട്ട് ഇരുന്നാൽ മതി, അത്രേ ഉള്ളൂ. മൈലാഞ്ചിട അമ്മമ്മേ, മൈലാഞ്ചിട. എങ്ങനെയുണ്ടപ്പേ? കൊള്ളാവോ? അപ്പോൾ ഇതാ നമ്മൾ മെഹന്തിയൊക്കെ ഇട്ട് ഇപ്പോൾ ഞാൻ കഴുകുന്നില്ല, തന്നെ പൊളിഞ്ഞു പോയാലേ നല്ല കളറ് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെ പൊളിഞ്ഞു പോയാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ പെരുമ്പാവൂർ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വെറുതെ അവിടെ പോയി സ്റ്റേ ചെയ്ത് ഇവിടുത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഹെക്റ്റിക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നാളെ ഇവിടെ നിന്ന് തന്നെ റെഡിയായി പോവാം. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെ നോക്കാം. ഞാൻ ഒരു 3 മണിക്കെങ്കിലും എണീക്കേണ്ടി വരും രാവിലെ മേക്കപ്പ് ചെയ്യാനായിട്ട്. എന്നിട്ട് 5 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടിലേക്ക് വരുവാണ് ആക്ച്വലി. അപ്പോൾ ആളൊന്നും ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് രണ്ടര കൂടെ നേരത്തെ രാവിലെ എണീച്ച് പോകണമല്ലോ ഷൂട്ടിന്. അപ്പോൾ ആൾ വരാൻ ഇത്ര ലേറ്റ് ആകും. ആൾക്ക് വീട്ടിൽ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്ന് കിടന്നോളും. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവുക. കാരണം നാളെ നേരത്തെ എണീക്കണമെങ്കിൽ എനിക്ക് ഇപ്പോഴെങ്കിലും കിടന്ന് ഉറങ്ങണം. ഈ സമയം എത്ര മണിയായി? 10:30 ആയി. അപ്പോൾ ഇപ്പോൾ കിടന്നാലും ഉറങ്ങാനൊന്നും പറ്റില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കുഞ്ഞുമണി പെട്ടെന്നൊന്നും ഉറക്കില്ല. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. നാളെ രാവിലെ എണീച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ 3 മണിക്ക് കറക്റ്റ് കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ. കണ്ണ് തുറന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര കോൺട്രാക്ഷൻസും വേദനകളൊക്കെ ആയിരുന്നു. ഒരു വലിയായ്മയൊക്കെ പോലെ ആയിരുന്നു. പിന്നെ പ്രോഗ്രാമിൻ്റെ കാര്യം ഓർത്തിട്ടാണോ എന്തോ എനിക്കങ്ങ് ഉറക്കം വന്നില്ല. അപ്പോൾ സാധാരണ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം ഇല്ല ഈ സമയത്ത് ഇങ്ങനെ ആയപ്പോൾ തൊട്ട്. അപ്പോൾ ആൾ എൻ്റെ റൂമിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ സൗണ്ടൊന്നും എടുക്കാതെ മേക്കപ്പ് ചെയ്യുന്നത്. വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആൾക്ക് ഒരു 4 മണിയാകുമ്പോൾ എണീച്ചാൽ മതിയല്ലോ. എനിക്കെന്തായാലും മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ 2 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ നമ്മുടെ കല്യാണത്തിന് ശേഷം ഞാൻ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ഈ വളകാപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ, ഞാൻ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പ്രഗ്നൻ്റ് ആയ പിന്നെയാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കൺസീലർ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് മേടിച്ച പ്രൊഡക്ട്സ് ആയിരുന്നു കേട്ടോ. എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. കാരണം മിക്കപ്പോഴും എനിക്ക് മേക്കപ്പ് ആവശ്യം വരാറുണ്ട്. ഡാൻസിനാണെങ്കിലും ഞാൻ ഈ പ്രൊഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസീലർ നമ്മൾ നാഴ്സിൻ്റെ കൺസീലറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫൗണ്ടേഷനും നാഴ്സിൻ്റെ തന്നെ ഫൗണ്ടേഷനായിട്ടും എടുത്തിരിക്കുന്നത്. ഫൗണ്ടേഷനൊക്കെ ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ ഒരൊറ്റ സിംഗിൾ ലെയർ ഇത്തിരി ഇടുന്നുള്ളൂ. എൻ്റെ സ്കിൻ ടോണിന് നന്നായിട്ട് മാച്ചായി പോകുന്നൊരു ഫൗണ്ടേഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ലൈറ്റായിട്ട് സ്കിൻ റിവീൽ ചെയ്യുന്ന പോലെയാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഐബ്രോ ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ യൂറോ പാരീസിൻ്റെ ഒരു ബ്രഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രഷ് നല്ല അടിപൊളിയായിട്ട് ഐബ്രോ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഗ്ലിറ്ററിങ് ഐ ഷാഡോ ആണ് ഇട്ട് കൊടുത്തത്. ഞാൻ വിചാരിച്ചു ഒരു ഗ്ലോയി ഫിനിഷ് മേക്കപ്പ് ആയതുകൊണ്ട് പൗഡറി ആയിട്ടുള്ള ഒരു ഐറ്റംസ് യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഐ ഷാഡോ നമ്മൾ കളർ ബാറിൻ്റെ ഈ ഗ്ലിറ്ററിങ് ഐ ഷാഡോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ എന്താ ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫുള്ളായിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ കണ്ണൊക്കെ വരച്ചത്. ഞാൻ ഷുഗറിൻ്റെ കാജലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ NYBയുടെ ഐലൈനറും. പിന്നെ എന്താ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് റെഡ് ഇടുന്നത്. അപ്പോൾ റെഡ് ഭയങ്കര എടുത്ത് നിൽക്കില്ല. ലാക്മേയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു ബ്ലഷും ഹൈലൈറ്ററും കൂടി ഇട്ട് കഴിഞ്ഞാൽ റെഡി ആവുമെല്ലാം. നമ്മൾ ഈ റെയർ ബ്യൂട്ടിയുടെ ബ്ലഷാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹൈലൈറ്റർ ലാക്മേയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് 4 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും തന്നെ എണീറ്റ് വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ നമ്മൾ സെറ്റിംഗ് സ്പ്രേയും കൂടി അടിച്ചിട്ടെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു, കാരണം മുടി കെട്ടണമായിരുന്നു. അപ്പോൾ അത് അമ്മ നല്ല അടിപൊളിയായിട്ട് ഹെയർ സെറ്റ് തന്നിട്ടുണ്ട്. ഹെയർ പിന്നെ ഇട്ടിട്ട് മുല്ലപ്പൂവും നടുക്ക് ഇങ്ങനെ ലോട്ടസ് ഫ്ലവറും വെക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നു കേട്ടോ ആ മുടിക്കെട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് കെട്ട് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ സാരി ഡ്രേപ്പിസ്റ്റും അമ്മ തന്നെയാണ്. ബ്ലൗസ് സ്റ്റിച്ചിങ്ങും സാരി ഡ്രേപ്പിസ്റ്റും ഹെയർ സ്റ്റൈലിസ്റ്റൊക്കെ അമ്മ തന്നെയാണ്. പിന്നെ ഞാൻ ഒരുങ്ങി വന്നപ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ലുക്കായിട്ട് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മമ്മ കല്യാണത്തിന്റെ ലുക്കാണ് ഇതാണോ ഇഷ്ടപ്പെട്ടെ? അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷൂട്ടിംഗ് വില്ലേജ് പെരുമ്പാവൂരിലേക്ക്. ഇവിടുന്ന് ഇപ്പോൾ 45 മിനിറ്റ്സാണ് കാണിക്കുന്നത്. ബ്ലോക്ക് ഇല്ലാത്തോണ്ടായിരിക്കും. ഈ എന്താ ഇരുട്ട് മറ എത്ര നേരം എടുക്കും? 6:30 ആകുമ്പോൾ ഇരുട്ട് മറോ? അതല്ല പറഞ്ഞ പുറത്തെ ഇരുട്ട് വെളിച്ചം വരാൻ, സൂര്യൻ വരാൻ എത്ര നേരം എടുക്കുന്നു? പിന്നെ അല്ലാതെ കല്യാണത്തിന്റെ ഷർട്ട് കൊണ്ട് കൊടുത്താൽ പിന്നെ കല്യാണ ചക്കനെ പൊരിക്കില്ലേ? ആള് തന്നെയാ കല്യാണത്തിന് ഇട്ടുണ്ടായിരുന്നെ. ഞാൻ കല്യാണത്തിന് ഇട്ട ഓർണമെന്റ്സ് എല്ലാം അതൊക്കെ തന്നെ. ഒട്ടും വള ഫുൾ കുപ്പിയോളം ഇട്ട്, ഗോൾഡ് ഇട്ടില്ല. പൊട്ട് നല്ലതാണോ ഇങ്ങനെ കുങ്കുമം തൊട്ടത്? റെഡി അല്ലേ? ഓക്കെ. ക്ലോസായി 8:30 മണിയോടെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ തിരിച്ച് കയറാണ്. ഈ വള ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ 11 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ നേരത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വീട്ടിൽ പോയിട്ട് അവിടുത്തെ പരിപാടി നോക്കാം. ഇപ്പോഴാണ് ഡെക്കറേഷൻ ഫുള്ളായിട്ടൊന്ന് കാണുന്നത്. വള മറ്റേ ഇത് സ്വീറ്റ്സ് വെക്കാനുള്ള പാത്രങ്ങൾ ഓക്കെ. ഒരു സ്വീറ്റ്സ് കൊണ്ടുവരുമ്പം എല്ലാം വെക്കാം. ഞാനാകെ ഡള്ളായാവും. സദ്യയുടെ സാധനങ്ങൾ കൊണ്ടുവരുവാണ് എൻ്റെ ഹസ്ബൻഡും ഏട്ടനും കൂടി. അതെ, അമ്മ റെഡിയായി. ഓ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോട്ടോ കാണാൻ. നല്ല രസമുണ്ട്.
അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും എത്തി. ഇതെൻ്റെ അപ്പയാണ്, അമ്മയുടെ അച്ഛനാണ്. ആദ്യം തന്നെ വേഗം വന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ട് വേഗം ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് ആളുടെ പണി വേഗം ചെയ്തു. ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ടൊരു ചോദ്യമേ, നിങ്ങളിതുവരെ എത്തിയില്ലേന്ന്. അപ്പോൾ ഇതാ അമ്മയും അച്ഛനും കുട്ടും പിന്നെ എൻ്റെ വല്യമ്മച്ചി, അമ്മായി, ആൻറ്റിമാരെല്ലാവരും കൂടെ ഒരുമിച്ച് വരികയാണ്. 7-ാം മാസം 7 കൂട്ട പലഹാരങ്ങൾ കൊണ്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ പലഹാരങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചടങ്ങിലേക്ക് കടന്നു. ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. കനൽ ചുരത്തും സംഗീതം പൂക്കും ഇലവ് മരം ചോക്കും മനസ്സ് മതഗന്ധം വിതച്ചരച്ചുമാലേയം വേനൽ പുഴയൊഴുകി പ്രേമാർദ്രമായി തെളിഞ്ഞ കണ്ണാടി പോൽ മിന്നും നീരോടെ ഹർഷം ഹൃദയമേഘവർഷം പ്രണയം മിന്നൽ ചിന്നും പതഞ്ഞൊഴുകുമാപാദം സാമം ധ്വനി മൃദംഗ താളം പ്രകൃതി മൽഹാടും സ്വരജതിതനാരോഹം മാനോ മരത്തളിരിനാലെ ഹരിതമായ കാണാകെ ഓടുന്നു സോത്സാഹം ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. എങ്ങനെയുണ്ടാവും സദ്യ? കഴിച്ചു തുടങ്ങിയോ? ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരിക്കുവാണ്, സദ്യ കഴിക്കാനിരിക്കുക. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. കാരണം 3 മണിയാകുമ്പോഴേക്കും എൻ്റെ വീട്ടിലേക്ക് കയറണം. അപ്പം അതിനുള്ള പരിപാടിയാണ് ഈ കാണുന്നത്. എന്റെ കുഞ്ഞായ നീ അങ്ങനെ അത് എന്റെ കുഞ്ഞായിരുന്നോ നീ?
ഒന്നടുത്തേക്ക് ഗൂഗിൾ പ്രോ ഒന്ന് മുണ്ട് താഴെ ഇട്ടിട്ട് ഒന്ന് അടുത്തേക്ക് ചേർന്ന് അച്ഛന്ന് സൈഡിലേക്ക് ഓക്കെ 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 റെഡി മതി 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 ഇതാ ഇത് 2 മണി 2 കിട്ടുമല്ലോ അപ്പൊ സന്തോഷം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും നമുക്ക് കുഞ്ഞുവാവയോടൊപ്പം കാണാം അല്ലേ? ഞാൻ പറഞ്ഞത് റിയലി മിസ്ഡാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ സംഭവം ആക്ച്വലി കണ്ടിട്ടിറങ്ങാനാ പുള്ളിനെ ജസ്റ്റ് കാണാൻ ഇറങ്ങാം അത്രേ ഉള്ളൂ. വണ്ടി എടുത്തോ പോയി ചെരുപ്പ് വേണ്ടേ കുട്ടിക്ക്? ഇന്നലെ 7 മണി പറഞ്ഞു 8 മണി അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നു. എല്ലാരും എന്റെ ബൈയൊക്കെ പറഞ്ഞ് തന്നു വേണേ. പതിയെ പോടോ, പതിയെ പോ. ഉലുക്കില്ലാണ്ട് ഓടിക്കാൻ പഠിച്ചില്ലേ? ഗേൾഫ്രണ്ട് ഉണ്ടോ? ബോയ്ഫ്രണ്ട് ഉണ്ടോ? ഗേൾഫ്രണ്ട് ഉണ്ടോ? എനിക്ക് ഇപ്പോൾ ഉണ്ടില്ല. കമന്റ് ബിലോ. എന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? ഓപ്ഷൻ എ രാധിക, ഓപ്ഷൻ എ രാധിക, ഓപ്ഷൻ ബി ആരതി, ഓപ്ഷൻ സി അഞ്ജലി, ഓപ്ഷൻ ഡി രേവതി. കമന്റ് ബിലോ. All the best guys. Found out. If you guys found out my girlfriend names, give away. അങ്ങനെന്തോ ഇല്ലേ? Give away. ഇതിനൊക്കെ പരിപാടി കണ്ടായിരുന്നു. My sister is so pretty. I always admire her. She is so beautiful. Like me. Like my mom. ഇത് എന്താ എനിക്ക് 500 അയച്ചാൽ
എവരിവൺ, അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം ഇന്ന് കഴിഞ്ഞു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ 2 മണി വരെ എനിക്ക് എനർജി തരണേന്ന്. ദൈവം എനിക്കൊരു 3 മണി വരെ എനർജി തന്നു. ഇവിടെ വന്ന് കയറിയതും ഞാൻ ഓഫ്. അപ്പോൾ നമ്മുടെ വളകാപ്പ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം കേട്ടോ. വേറെ ആരുടെ അടുത്തല്ല, എൻ്റെ ഏട്ടൻ്റെ അടുത്താണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താണ്. ആൾ അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി തന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പരിപാടി ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. പിന്നെ അതെടുക്കാനും ഇതെടുക്കാനും ഫുൾ ഓട്ടം തന്നെയൊക്കെ ആയിരുന്നു. പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഫോട്ടോഷൂട്ടിന് പോകണം എന്ന് പറഞ്ഞപ്പം അതിനും ആൾ ഓക്കെയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്ക് ഓക്കെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഒന്നിനോടും നോ പറയാത്ത ഒരാളാണ്. അപ്പം എൻ്റെ അമ്മ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ആണ് എൻ്റെ ഏട്ടനും. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ വളകാപ്പ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി ചേട്ടാ, ബൈ.